നല്ല ചൂടൊക്കെ അല്ലേ, ഇപ്പം തണുപ്പ് തേടിയും ഭക്ഷണം തേടിയിട്ടൊക്കെ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ. ഞാൻ അകത്തിരിക്കുമ്പോൾ എന്തോ തട്ടിമറിയണ ശബ്ദം കേട്ടിട്ടാണ് കേട്ടോ പുറത്തേക്ക് വർക്ക് ഏരിയയിൽ വന്ന് നോക്കിയത്. അപ്പോൾ ആൾ അവിടെ കിടക്കുന്നുണ്ട്. ഡോറ് ഗ്രില്ല് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രില്ല് തുറന്ന് എനിക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല. ആ ചൂല് കിടക്കണ കണ്ടോ, അതിൻ്റെ അടുത്തൊക്കെ കിടന്നിരുന്നു. അപ്പം ഞാൻ വേഗം വാതിൽ കുറ്റിയിട്ടിട്ട് പുറത്തു കൂടെ വന്നു. പുറത്തു കൂടെ വന്നത് ദേ ഇരിക്കണ കണ്ടോ ഗ്രില്ലിൻ്റെ മുകളിൽ. ഇത് താഴെ കിടക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ പുറത്തു കൂടെ വന്നത്, അതിൻ്റെ താഴെ കൂടെ ഞാൻ വന്നത്. എന്തോ ഭാഗ്യം തലയിൽ കൂടെ ചാടിയില്ല. ഞാൻ മോനെ വിളിച്ചിട്ട് ദേ ചെറിയ ഓസ് കിടക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ, അത് എടുത്തുകൊണ്ട് വന്നിട്ട് ദേ ഈ ഗ്രില്ലിൽ കൂടെ അതിൻ്റെ മേലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മോനെ വിളിച്ചു. അപ്പോൾ മോൻ വന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അവർ തൊടിയിലൊക്കെ പോയി കളിക്കുമ്പോഴേ, ഇപ്പോൾ കാറ്റുകാലമല്ലേ, നിറയെ ഇലയൊക്കെ വീണ് കിടക്കുക, അതിൻ്റെ ഉള്ളിലൊക്കെ കിടന്നാൽ അറിയില്ല. ഞങ്ങളുടെ ബാക്കിൽ തൊടിയാണ്, കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ ഇരിക്കണ കണ്ടോ പാമ്പ്. പേടിക്കാനൊന്നുമില്ല, ഇത് ചേരയാണ് ഇരിക്കണതിൻ്റെ മുകളിൽ റാക്കാണ്, അതിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നാൽ അറിയില്ല. ചേരയാണ് പേടിക്കാനില്ലെങ്കിലും, പക്ഷേ ഇത് മതി നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും തലയിലോ അല്ലെങ്കിൽ വേറെ കണ്ട് പേടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉറക്കത്തിലൊക്കെ ഞെട്ടി ഉണരും കുട്ടികളൊക്കെ ആകുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ദേ ഓസൊക്കെ വെച്ചിട്ട് ദേ ഇതിലൂടെ അതിൻ്റെ മേലേക്ക് വെള്ളം അടിച്ചു കൊടുത്തപ്പോൾ പുറത്തേക്ക് ചാടി കേട്ടോ. പുറത്തേക്ക് ചാടി അങ്ങനെ പോയി ആൾ. ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തവളയൊക്കെ വന്നിരിക്കും മുകളിൽ, അപ്പോൾ അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടി വരണതായിരിക്കാം. അപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഇതുപോലെ വർക്ക് ഏരിയയിലേക്കും ബാക്കിൽ തൊടിയുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെ വന്നിരുന്നാൽ അറിയില്ല കേട്ടോ, റാക്കിൻ്റെ മുകളിലൊക്കെ വന്നിരുന്നാൽ അറിയില്ല. ഞാൻ ദേ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ട് ഇനി വരാതിരിക്കാം. അപ്പോൾ എല്ലാവരും കുട്ടികളും വലിയവരൊക്കെ ശ്രദ്ധിക്കണം. ദേ ആൾ കല്ലിൻ്റെ ഉള്ളിലേക്ക് പോയി കേട്ടോ.